പലർക്കും ഈ പ്രയാസം ഉള്ളത് അവർക്ക് പോലും അറിയില്ല. നിങ്ങൾ വായിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഭക്ഷണം തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും സംഭവം വായിൽ വെച്ച് കുറച്ച് നേരം നിന്നു. ചെറിയ കുട്ടികളുടെ പല്ല് കണ്ടിട്ടില്ല, അവർക്ക് പല്ല് മുളക്കുന്ന സമയത്ത് ഇത് നമ്മളെ പല്ലിനെയും അന്നനാളത്തെയും അതുപോലെ തന്നെ മാനസിക ആരോഗ്യ നിലയിൽ എന്തെങ്കിലും വീഴ്ചയുള്ള ആളുകൾ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ അല്ലേ. ഭക്ഷണം കഴിക്കുന്നത് കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശരിയായ രൂപത്തിൽ ചവച്ചരക്കഴിഞ്ഞാലോ വായിൽ ഉമിനീര് കെട്ടി നിൽക്കുകയും ഉമിനീര് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിശദീകരിച്ച് നോക്കാം അല്ലേ. നമുക്ക് അതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ശരിയായ രൂപത്തിൽ ചവച്ചരക്കാതെ കഴിച്ചാലും ഉമിനീര് എക്സസ് ആയിട്ട് വന്ന് അത് പുറത്തോട്ട് വരും. രണ്ടാമതായി നമുക്ക് ഈ ഭക്ഷണത്തോടുള്ള ചിന്ത വരുമ്പോഴും ഉമിനീര് അമിതമായ വായിൽ നിന്ന് വരും. അത് ഭക്ഷണത്തിൽ ചിന്ത വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അല്ലേ, വായിൽ കപ്പലൂടെ എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഛർദി ഓക്കാനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വായിൽ ഉമിനീര് വന്നിട്ടുണ്ടാവും അല്ലേ. ഇതെന്തിനാണ് വരുന്നത്? നമ്മുടെ വയറ്റിലെ ദഹനരസമായിട്ടുള്ള HCl പുറത്തോട്ട് വന്ന് അത് നമ്മുടെ വായിൽ കാര്യമായ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ, വായിലും അന്നനാളൊന്നും പൊള്ളാതിരിക്കാൻ ആണ് ഇങ്ങനെ ഒരു ഉമിനീര് ആദ്യം തന്നെ വരുന്നത്. ഇത് നമ്മളെ പല്ലിനെയും അന്നനാളത്തെയും അതുപോലെ തന്നെ മറ്റു മോണ ഭാഗങ്ങളെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ഉമിനീര് വന്ന് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സാധാരണയിൽ കവിഞ്ഞ് വായിൽ അമിതമായ ഉമിനീര് വരുന്നതിനെ ഹൈപ്പർ സലൈവേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് വായിൽ ഉമിനീര് കൂടിയ അവസ്ഥ. പല്ല് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കും ഇങ്ങനെ ഉമിനീര് കെട്ടി നിൽക്കാറുണ്ട്. പല്ലിന് പ്രശ്നമുള്ള ആൾക്ക് ഉമിനീര് വരും. അതുപോലെ തന്നെ പല്ല് മാറ്റി വേറൊരു പല്ല് വെച്ച ആൾക്ക് അത് ശരീരത്തിൻ്റേതല്ലാത്ത പാർട്ടാണെന്ന് ശരീരം തിരിച്ചറിയുകയും അത് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒന്ന് എൻ്റേതല്ലാത്തൊരു പാർട്ട് ശരീരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീരം അവിടെ ഉമിനീര് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് പല്ല് മാറ്റി വെച്ച ഒരാൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ അവർ പല്ല് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് അവർക്കൊരു ശീലമായി മാറും. ഉമിനീര് വായിൽ അത്രയ്ക്ക് ഉണ്ടാവും എന്നാണ് അവർ ധരിച്ചു വെക്കുക. എന്നാൽ ആ പല്ല് എടുത്ത് ഒഴിവാക്കി അദ്ദേഹം സാധാരണ ഉള്ള പല്ല് ഉപയോഗിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ വായ ഒന്നുകൂടി ക്ലീനായി കുറച്ചുകൂടി ഒന്ന് ഫ്രഷ് ആയിരിക്കാൻ അത് സഹായിക്കും. ചെറിയ കുട്ടികളുടെ പല്ല് കണ്ടിട്ടില്ല, അവർക്ക് പല്ല് മുളക്കുന്ന സമയത്ത് ഒക്കെ ഈ ഒരു ഉമിനീര് അധികം വരും. നമുക്ക് മുതിർന്നവർക്കും ഉണ്ടാവും. ലാസ്റ്റിലെ പല്ലൊക്കെ മുളക്കുന്ന സമയത്ത് ഉമിനീര് ഇങ്ങനെ അമിതമായി എക്സസ് ആയി വരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് എരിവ് പുളി പോലത്തെ സ്പൈസി ആയിട്ടുള്ളതൊക്കെ അമിതമായി ഉപയോഗിക്കുമ്പോൾ വായിൽ നിന്ന് കുറച്ച് ഉമിനീര് എക്സസ് ആയിട്ട് വരും. അത് പല്ലിനെയും മോണയും ഒക്കെ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള അമിതമാവുമ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ ഉമിനീര്. അതുപോലെ തന്നെ ഒരു അസുഖമാണ് ആസിഡ് റിഫ്ലക്സ്, GERD എന്ന് പറയും. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മാനസിക ആരോഗ്യ നിലയിൽ എന്തെങ്കിലും വീഴ്ചയുള്ള ആളുകൾക്ക് അവർക്ക് കൂടുതലായിട്ട് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നതായി കാണും. ബെൽസ് പ്ലാസി അതുപോലെ തന്നെ പാർക്കിൻസൺസ് പോലത്തെ രോഗങ്ങളുള്ളവർക്ക് ഇങ്ങനെ അമിതമായി ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇതിനൊരു കാരണം പറയുന്നത് അവരുടെ ഈ മസിൽസൊക്കെ ലൂസായതിൻ്റെ ഭാഗമായിട്ട് ഉമിനീരിന് ശരിയായ രൂപത്തിൽ അവിടെ നിൽക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ വരിക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് മെഡിസിൻ്റെ ഉപയോഗം. മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രഷറിന് മെഡിസിൻ ഉപയോഗിക്കുന്ന ചിലർക്കൊക്കെ കണ്ടിട്ടുണ്ട്. പ്രഷറിന് മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മാനസിക ആരോഗ്യം തെറ്റിയവർ സൈക്കാട്രിക് മെഡിസിനൊക്കെ കഴിക്കുന്നവർക്ക് അങ്ങനെ മസിൽസ് ലൂസാവുകയും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളാൽ ഉമിനീര് കൂടുതലായിട്ട് ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഗർഭകാലങ്ങളിൽ അവരുടെ ഹോർമോൺ ചേഞ്ച് മറ്റൊക്കെ ആയിട്ട് വായിൽ ഉമിനീര് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ചെയ്യേണ്ടത് വരുന്ന ഉമിനീര് തുപ്പിക്കളയുക, അതുപോലെ തന്നെ അല്പം വെള്ളം വായിലാക്കിയിട്ട് നന്നായി ഉമിനീര് ലയിപ്പിച്ചിട്ട് മെല്ലെ ഇറക്കി കൊടുക്കുക. ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുന്ന രീതി, അതുപോലെ തന്നെ വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന രൂപം, ഇത് ഫോളോ ചെയ്യുക. നേരത്തെ ഉറങ്ങുക, അതുപോലെ തന്നെ ക്ഷീണം വരുമ്പോൾ റെസ്റ്റ് എടുക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയി അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ശരിയായി വരുമ്പോൾ തന്നെ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉമിനീര് വരുന്നതൊക്കെ മാറിക്കിട്ടും. ഇനി ഇതൊക്കെ ചെയ്തിട്ടും മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ചികിത്സ തേടുക. അക്യുപഞ്ചർ പോലുള്ള മരുന്നില്ലാത്ത ചികിത്സാ രീതികൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ കാരണം പല കാരണങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇനി നമ്മൾ പറയാത്ത ഒരുപാട് കാരണങ്ങൾ അപ്പുറത്തുണ്ട്. അപ്പോൾ ഏത് കാരണത്താലാണോ ഈ ഒരു പ്രയാസം അവർക്ക് ഉണ്ടാവുന്നത്, ആ പ്രയാസം ആ കാരണം ഉൾപ്പെടെ മാറി കിട്ടുക ചെയ്യുക. ഇതിൽ മറ്റൊരു രസം എന്താ വെച്ചാൽ പലർക്കും ഈ പ്രയാസം ഉള്ളത് അവർക്ക് പോലും അറിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, പല്ല് മാറ്റി വെച്ചവരൊക്കെ അവരത് ശീലമായതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി പോവുക ചെയ്യുന്നത്. കാരണം ശരീരം അത് വീണ്ടും വീണ്ടും ഈ പല്ലിനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഉമിനീര് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് അവിടെ എന്തോ ഒരു ഫോറിൻ ബോഡി ശരീരത്തിനല്ലാത്തതുണ്ട്, ശരീരം സെൻസ് ചെയ്തുകൊണ്ട് അവിടെ ഉമിനീര് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുക ചെയ്യുന്നത്. നിങ്ങൾ വായിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഭക്ഷണം തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും സംഭവം വായിൽ വെച്ച് കുറച്ച് നേരം നോക്കി ഉമിനീര് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് ഒരു ഫോറിൻ ബോഡി ആയിട്ടുള്ള പല്ല് ഉള്ളിൽ ഇംപ്ലാന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഓരോരുത്തർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണ്ടവർ ഒന്നുകൂടെ എടുത്ത് കണ്ടു നോക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.
ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയെന്ന് പോലും അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അവരിലേക്ക് ഇതൊക്കെ എത്തിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നല്ല ജീവിതശൈലി മുന്നോട്ട് നയിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക്സ്.